ജനപ്രതിനിധികളായാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം, അല്ലാതെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരാകരുത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ CPM അംഗം വെള്ളനാട് ശശി സ്ത്രീകളെയും കുട്ടികളെയും മർദ്ദിച്ചെന്ന് പരാതി. ഹോട്ടൽ ബോർഡ് റോഡിലേക്ക് ഇറക്കി വെച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കം ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് ശശി. വെള്ളനാട് കുളക്കോട് വില്ലേജ് ഓഫീസിന് മുൻപിലെ ഹോട്ടലിലായിരുന്നു സംഭവം. വെള്ളനാട് പഞ്ചായത്തിലെ ജീവനക്കാരനായ നെടുമാനൂർ അയണിത്തലക്കൽ സ്വദേശി അരുണും ഭാര്യയും നടത്തുന്ന ഹോട്ടലാണ് ഇത്. ഹോട്ടലിന് മുന്നിലെ റോഡിൽ വെച്ചിരുന്ന ബോർഡ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടന്ന തർക്കത്തിനൊടുവിലായിരുന്നു അക്രമം. 8 വയസ്സുള്ള കുട്ടി ഇത് വീഡിയോയിൽ പകർത്തവേ വെള്ളനാട് ശശി ഫോൺ തട്ടിത്തെറിപ്പിച്ചു. തുടർന്ന് ഇരു കൂട്ടരുമായി ചെറിയ കയ്യാങ്കളി ഉണ്ടായി. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കൊച്ചിനായിരിക്കണം. നിങ്ങളെ ഗുണ്ടായിസ നിങ്ങളെ കയ്യിലിരിക്കും. കുട്ടിയുടെ കൈക്ക് പരിക്കേറ്റെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇടിക്കാനായിട്ടാണ് വരുന്നത്. ഓരോ തവണയും എടി സ്ത്രീകളോട് മോശമായിട്ട് എടി പൊടി ചീത്ത രീതിയിലുള്ള ഇതാണ്. മാന്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിന്ന് വിളിക്കാൻ നിന്നെയൊക്കെ എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. കുഞ്ഞ് ഓടി വന്നവൻ വീഡിയോ എടുത്ത് കണ്ട് നീ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാണ് അവൻ്റെ കൈക്കിട്ട് അടി കൊടുത്തത്. അങ്ങനെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുകയും ചെയ്ത് അവന് കൈ ഇങ്ങനെയാണ് ഇടിച്ചത്. കാരണം ഇങ്ങനെയാണ് അടിച്ചത്, അല്ലാതെ വേറെ കുഞ്ഞിനെ അടിക്കേണ്ട കാര്യം. കുഞ്ഞിനെ അടിച്ചപ്പോഴാണ് ഞങ്ങൾ സംസാരം കൂടുതലാക്കിയത്, അല്ലാതെ ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവണമെന്ന് വിചാരിച്ചതേ അല്ല. ആരോപണം വെള്ളനാട് ശശി നിഷേധിച്ചു. താൻ ആരോടും മോശമായി പെരുമാറിയിട്ടില്ലെന്നും തന്റെ വാഹനത്തിന്റെ താക്കോൽ സ്ത്രീ എടുത്തുകൊണ്ടു പോവുകയായിരുന്നെന്നുമാണ് ശശിയുടെ വിശദീകരണം. സംഭവത്തിൽ കേസെടുക്കുമെന്ന് ആര്യനാട് CI അറിയിച്ചു. അതേസമയം വെള്ളനാട് ശശി 10,000 രൂപ പിരിവ് ചോദിച്ചെന്നും 2,000 രൂപയെ നൽകൂ എന്ന് പറഞ്ഞതിലുള്ള വിരോധമാണ് അക്രമത്തിനു പിന്നിലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര.